ഹലോ ഗൈസ്, ലേൺഡിസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BBA തേർഡ് സെമസ്റ്ററിലും BCom ഫോർത്ത് സെമസ്റ്ററിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് QT എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. QTയുടെ ആദ്യത്തെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വരും ക്ലാസ്സുകളിലൊക്കെ ഉണ്ടാവും, കാണുക. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരിലേക്കും എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം QT എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ QT എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഡെഫിനിഷന്, അതിന്റെ ക്ലാസിഫിക്കേഷന്, പിന്നെ QTയുടെ ഫങ്ഷൻസ്, ലിമിറ്റേഷന്, അതിന്റെ അഡ്വാൻറ്റേജ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള QTയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം എന്താണ് QT, അതിന്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. QT എന്ന് വെച്ചാൽ ഈ ഒരുപാട് ബിസിനസ് ഉള്ള ഈ കാലഘട്ടത്തിൽ ഒരു ബിസിനസ്മാന് ഒരു പ്രത്യേകിച്ച് ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എടുക്കുന്ന ഡിസിഷൻ എന്തെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു എറർ വന്നാൽ തന്നെ അത് അവരുടെ ബിസിനസ്സിനെ വല്ലാതെ ബാധിക്കും. അപ്പം അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് ആണ് QT, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ മാത്തമാറ്റിക്കലായിട്ടും സിസ്റ്റമാറ്റിക്കൽ ഒരുപാട് എക്സ്പ്രഷൻസ്, അതേപോലെ ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ദിസ് മേ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് എ ടെക്നിക്സ് പ്രൊവൈഡ് ടു ഡിസിഷൻ മേക്കേഴ്സ് ടു ടേക്ക് എ സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് ഡിസിഷൻസ്. അതായത് ഒരു ഡിസിഷൻ മേക്കേഴ്സിന്, ഒരു ബിസിനസ്മാന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതിനുള്ള കുറച്ച് ടെക്നിക്സ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് ബിസിനസ്സിൽ മാത്രമല്ല, പല ഫീൽഡിലും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊരു ലിമിറ്റഡ് അല്ല, ഇന്നതിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ലിമിറ്റഡ് അല്ല. പിന്നെ നമ്മുടെ പ്രീ ഡിറ്റർമിനഡ് ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ പ്രീ ഡിറ്റർമിനായിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ QT, അതിന് വേണ്ടിയുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും ഈ QT ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ഇതിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഇതിൽ മെയിൻ ആയിട്ട് 3 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ദെൻ പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ 12 സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ചാർട്ട് രൂപത്തിൽ നോക്കാം. അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ 11 സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ദെൻ മാത്തമാറ്റിക്കലി 7 സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ മെയിൻ ആയിട്ടുള്ള ഈ 3 സബ് ക്ലാസിഫിക്കേഷൻ, അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻ നമുക്കൊരു ചാർട്ട് രൂപത്തിൽ ഒന്ന് നോക്കാം. QTയുടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ ക്ലാസിഫിക്കേഷനിൽ മെയിൻ ആയിട്ടുള്ള 3 ക്ലാസിഫിക്കേഷൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഈ 3 ആദ്യത്തെ മെയിൻ ക്ലാസിഫിക്കേഷൻ ആയ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ സബ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ വരുന്ന 12 സബ് ക്ലാസിഫിക്കേഷൻ ആണ്. 1 കളക്ഷൻ ഓഫ് ഡാറ്റ, 2 ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ, 3 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, സ്ക്യൂനെസ്, കുർട്ടോസിസ്. ദെൻ 4 കൊറലേഷൻ ആൻഡ് റിഗ്രഷൻ, 5 ഇന്റർപോളേഷൻ ആൻഡ് എക്സ്ട്രാപോളേഷൻ, 6 ഇൻഡെക്സ് നമ്പേഴ്സ്, 7 ടൈം സീരീസ് അനാലിസിസ്, 8 സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, 9 റേഷ്യോ അനാലിസിസ്, 10 പ്രോബബിലിറ്റി ആൻഡ് സാമ്പിളിംഗ്, 11 അനാലിസിസ് ഓഫ് വേരിയൻസ്, 12 തിയറി ഓഫ് ആട്രിബ്യൂട്ട്സ്. ഇത്രയുമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ സബ് ക്ലാസിഫിക്കേഷൻ. പിന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇതൊരു ചാർട്ടായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ QTയുടെ ഉടനീളം ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിക്കാനുള്ളത്. അത്രക്കൊന്നുമില്ല, എന്നാലും സിമ്പിളായിട്ട് ഏതാണ് കുറച്ച് നമ്മളത് സിമ്പിളാക്കി പറഞ്ഞു തരാം. ഈ കാര്യങ്ങളൊക്കെ ഈ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടാണ് QT മുഴുവനായിട്ടും ഏകദേശം പഠിക്കാനുള്ളത്. ദെൻ സെക്കൻഡ് വൺ പ്രോഗ്രാമിംഗ് ടെക്നിക്സ്. മെയിൻ ക്ലാസിഫിക്കേഷൻ ആയ പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ സബ് ക്ലാസിഫിക്കേഷൻ. അതിൽ ഏകദേശം 11 സബ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതിൽ 1 ലീനിയർ പ്രോഗ്രാമിംഗ്, 2 ക്വീൻ തിയറി, 3 ഇൻവെന്ററി തിയറി, 4 ഗെയിം തിയറി, 5 ഡിസിഷൻ തിയറി, 6 നെറ്റ്വർക്ക് അനാലിസിസ്, 7 സിമുലേഷൻ, 8 റീപ്ലേസ്മെന്റ് തിയറി, 9 അസൈൻമെന്റ് മോഡൽ, 10 ട്രാൻസ്പോർട്ടേഷൻ മോഡൽ, 11 അതർ പ്രോഗ്രാമിംഗ് ടെക്നിക്സ്. ഇത്രയുമാണ് പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ സബ് ക്ലാസിഫിക്കേഷൻ. ദെൻ തേർഡ് വൺ മാത്തമാറ്റിക്കൽ ടെക്നിക്സിന്റെ സബ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് വരുന്നത് സെറ്റ് തിയറി, 2 മാട്രിക്സ്, 3 ഡിറ്റർമിനൻസ്, 4 ഡിഫറൻഷിയേഷൻ, 5 ഇന്റഗ്രേഷൻ, 6 ഡിഫറൻഷ്യൽ ഇക്വേഷൻ,
ഈ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഇത്രയുമാണ് സബ് ക്ലാസിഫിക്കേഷൻ. ഇത് പേര് കേട്ടിട്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്. പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് സിമ്പിളാക്കി നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. അപ്പം ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. ഇതിന് ഓരോന്നും എന്താണ് എന്നുള്ളതൊന്ന് നോക്കാൻ വേണ്ടി ക്യൂട്ടിയുടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷനായ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ഇത് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്രതിഭാസത്തെ അടിസ്ഥാനമാക്കി നടത്തുന്ന ഒരു സ്ഥിതി വിവര എൻക്വയറി, അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതിന് കളക്ഷൻ ഓഫ് ഡാറ്റ മുതൽ തുടങ്ങി ഇന്റർപ്രിട്ടേഷൻ, ഡാറ്റയുടെ ഇന്റർപ്രിട്ടേഷൻ വരെ ഉള്ള സ്റ്റേജുകളാണ് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. അതായത് ഇപ്പം നമുക്ക് ഒരുപാട് ഡാറ്റകൾ ഉണ്ടാവും, ഒരുപാട് സ്ഥലത്ത് നമ്മൾ അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടാവും. എന്ന് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ ആ ഡാറ്റകളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട്, നിലവിൽ കിട്ടിയ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റകളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന ഏതെങ്കിലും ഒരു ഫിനോമിനനെ ബേസ് ആയിട്ട് നടത്തുന്ന ഒരു എൻക്വയറിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അതിൻ്റെ സ്റ്റേജസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചിട്ടായിരുന്നു. അതായത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, അതെല്ലാം ടാബ്ലേറ്റ് ചെയ്യുന്നു, പിന്നെ അതെല്ലാം വെരിഫൈ ചെയ്യുന്നു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതാണ്. പിന്നെ അതിൽ വരുന്ന സബായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, മറ്റുള്ള ക്ലാസിഫിക്കേഷൻസും എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കി വെക്കുക. വളരെ സിമ്പിളാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ദെൻ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അതിനെ നമ്മൾ ഓപ്പറേഷൻ റിസർച്ച് മെത്തേഡ് എന്നും കൂടി പറയും. അപ്പം ഒരു കമ്പനിയുടെ ഓപ്പറേഷൻ റിസർച്ച് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫിസിക്സിൽ നിന്നുള്ള എക്സ്പേർട്ട് ഉണ്ടാവും, മാത്സിന്റെ എക്സ്പേർട്ട് ഉണ്ടാവും, എഞ്ചിനീയറിംഗ്, ദെൻ മാനേജ്മെന്റ് തുടങ്ങിയ സമസ്ത മേഖലകളിലുള്ള എക്സ്പേർട്സ് കൂടി ചേർന്നതാണ് അതിന്റെ ഓപ്പറേഷൻ റിസർച്ച് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവരാണ് ഒരു ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കുന്നത്. ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഒരു പ്രോബ്ലത്തിന് ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പം ഈ പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഫോർമുലേറ്റ് ചെയ്യണം. ദെൻ അത് മാത്തമാറ്റിക്കലി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെത്തേഡുമായിട്ട് എന്ത് ചെയ്യണം, ലിങ്ക് ചെയ്യണം. ദെൻ അത് വെച്ചിട്ട് അത് ഡിറൈവ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. ദെൻ ലാസ്റ്റ് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. എന്നിട്ട് ഈ 4 സ്റ്റെപ്പുകളാണ് പ്രോഗ്രാമിംഗ് ഓപ്പറേഷൻ റിസർച്ച് മെത്തേഡിൽ ഉള്ളത്. എന്നിട്ട് ഈ ഫൈനൽ ആൻസർ, നമ്മളെ കിട്ടിയ ആൻസർ അനുസരിച്ച്, റിസൾട്ട് അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്ത മാത്തമാറ്റിക്കൽ ആയിട്ട് ചൂസ് ചെയ്ത ആ ഒരു മോഡൽ ഉണ്ടല്ലോ, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഓർ ഓപ്പറേഷണൽ റിസർച്ച് ടെക്നിക്സ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ സബ് ക്ലാസിഫിക്കേഷൻ നമ്മൾ വരും ക്ലാസ്സുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യാത്തത്. ദെൻ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അത് ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നുമില്ല, ജസ്റ്റ് ആ ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കി വെക്കാൻ നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു, അത് തന്നെയാണ്. ദെൻ ഇനി നമ്മൾ പറഞ്ഞത് കോമൺ ആയിട്ട് തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ഒരുപാട് ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. ലിമിറ്റേഷൻ, അതിന്റെ ആപ്ലിക്കേഷന്, ക്യൂട്ടിയുടെ ഫംഗ്ഷന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ആ കാര്യങ്ങളൊക്കെ ഒരു 4-5 പോയിന്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫങ്ഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. അപ്പം ഈ ഫങ്ഷൻസ് നമ്മൾ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരുന്നത് ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ട് മെത്തേഡ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഈ ക്യൂട്ടി പൊതുവെ ഒരുപാട് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും പ്രോബ്ലംസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തിയറി സ്കിപ്പ് ചെയ്യും. എന്നിട്ട് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവുക ഏറ്റവും കൂടുതൽ തിയറി ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പം തിയറി സ്കിപ്പ് ചെയ്ത് എഴുതാൻ പറ്റില്ല, കാരണം ഒരുപാട് പഠിക്കാനുണ്ടാവും, പഠിച്ചാൽ തലയിൽ കയറില്ല. അപ്പം അത് ഒരു ടൈം വേസ്റ്റ് ഒക്കെ ആവും. അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഫങ്ഷൻസ് എന്തൊക്കെയാണുള്ളത് ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടെ പറഞ്ഞു തരാണ്. ജസ്റ്റ് മെമ്മറൈസ് ചെയ്ത് വെക്കുക 5HAP. ഈ ഒരു സീക്വൻസ് ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കുക 5HAP. അത് എന്താണ്, ഓരോ എച്ചും എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, എ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്, പി എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. 5Hലെ ആദ്യത്തെ എച്ച് എന്ന് വെച്ചാൽ ഹെൽപ്സ് ടു റിസോഴ്സ് അലൊക്കേഷൻ. ദെൻ രണ്ടാമത്തെ എച്ച് ഡിനോട്ട് ചെയ്യുന്നത് ഹെൽപ്സ് ടു മിനിമൈസ് കോസ്റ്റ്. ദെൻ
മൂന്നാമത്തെ എച്ച് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ഒപ്റ്റിമൽ സീക്വൻസ് ആൻഡ് റെഡ്യൂസ് പ്രോസസ്സിംഗ് ടൈം. നാലാമത്തെ എച്ച് ഡിനോട്ട് ചെയ്യുന്നത് ഹെൽപ്പ് ടു ഡിസിഷൻ മേക്കിംഗ്. അഞ്ചാമത്തെ എച്ച് ഡിനോട്ട് ചെയ്യുന്നത് ഹെൽപ്സ് ടു ഫ്യൂച്ചർ പ്ലാനിങ്. അതായത് 5H 5H എന്താ ഹെൽപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോന്നിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ 5H. ഈ സീക്വൻസ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ എ എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്ന അസിസ്റ്റ് ടു സെലക്ട് ഒപ്റ്റിമം സ്ട്രാറ്റജി. അതായത് ബെറ്റർ ആയിട്ടുള്ള സ്ട്രാറ്റജി സെലക്ട് ചെയ്യാൻ അസിസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ദെൻ പി ഡിനോട്ട് ചെയ്യുന്നത് പ്രൊവൈഡ് ടൂൾസ് ആൻഡ് ടെക്നിക്സ്. അതായത് QT നമ്മൾ മുമ്പേ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പാർട്ട് തന്നെ, പ്രൊവൈഡ് ടൂൾസ് ആൻഡ് ടെക്നിക്സ്. ഈ വേർഡ് ഒന്ന് ഓർത്ത് വെക്കുക 5HAP എന്ന്. എന്നാൽ നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് ഇത് വളരെ ഉപകാരപ്പെടും. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെക്കണമെന്നില്ല, ഇത് ഓർത്ത് വെച്ചാൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താവും, അത് എഴുതാൻ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് അത് എഴുതാൻ കിട്ടും. ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിന്റെ ആപ്ലിക്കേഷൻസും ഇതിന്റെ ലിമിറ്റേഷൻസും ആണ്. ചില ആപ്ലിക്കേഷൻസ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ പറഞ്ഞിരുന്ന ഒരുപാട് ബിസിനസ്സിൽ അതേപോലെ പല സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അതായത് പിന്നെ എന്താ പറയുക കസ്റ്റമേഴ്സിന്റെ വെയിറ്റിംഗ് ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി QT യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ ആപ്ലിക്കേഷനിൽ എഴുതി വെക്കുക. ദെൻ അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ QTയുടെ ലിമിറ്റേഷൻസ് ഒന്ന് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അതിനൊരു ലിമിറ്റേഷൻ ആണ്. അതിന് ഹൈലി എക്സ്പെൻസീവ് ആണ് QT, അതൊരു ലിമിറ്റേഷൻ ആണ്. പിന്നെ ഇത് അനാലിസിസിനാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ ഇത് ഡിസിഷൻ മേക്കിങ്ങിന് ഇത് ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഹെൽപ്പ് ചെയ്യുന്നു എന്നല്ലാതെ ഡിസിഷൻ മേക്കിങ്ങിന് ഇത് ആക്യുറേറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ ആവില്ല. ഇതൊക്കെയാണ് QTയുടെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ ലിമിറ്റേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. ദെൻ ഇത്രത്തോളമാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ളത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഇനി പ്രോബ്ലത്തിലേക്ക് കടക്കണം. അത് വരും വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ്. ദെൻ ഇതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തതും അതേപോലെ ഇതിന്റെ കീ നോട്ട്സ്, പിന്നെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, കുറെ കാര്യങ്ങളൊക്കെ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ പ്രോഗ്രാമായ ബ്രൈറ്റിംഗ് മൈൻഡിൽ ജോയിൻ ചെയ്യുക. അവസാന നിമിഷത്തേക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്ന ഫോർമാറ്റും അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫുൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡിസ്ക്രിപ്ഷന്റെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് ഫുള്ള് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി വരുന്ന ക്ലാസ്സിലേക്ക് വേണ്ടി കാത്തിരിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.